സൗദിയുടെ ചരിത്രത്തിൽ 1727 ദിരിയ എന്ന മരുപ്പച്ച പട്ടണത്തിനെ അതിൻ്റെ അധികാരം ഏറ്റെടുക്കുകയും അതിൻ്റെ രാജാവായി മുഹമ്മദ് ബിൻ സൗദ് ഭരണം ഏറ്റെടുക്കുകയും ചെയ്യുന്നതിൻ്റെ സ്മരണയായിട്ടാണ് എല്ലാ ഫെബ്രുവരി 22-ാം തീയതിയും സൗദി അറേബ്യ ഒരു പൊതു അവധി സൗദി സ്ഥാപക ദിനമായി ആചരിക്കുന്നത്. 2022-ൽ അതിൻ്റെ 295-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് രാജാവ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് ഇംഗ്ലീഷ് കലണ്ടർ അഥവാ ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഇത് രാജ്യത്ത് വ്യാപകമായി ആഘോഷമാക്കി മാറ്റുവാൻ ഉത്തരവിറക്കിയത്. സൗദി രാജ്യത്ത് ഇന്ന് 3 വ്യത്യസ്ത മതേതര ആഘോഷങ്ങളാണുള്ളത്. ഒന്നാണ് സൗദി ഫൗണ്ടേഷൻ ഡേ. I'm working here. I am working here as a software engineer. Software engineer? Yeah, software engineer. ഹായ് ഫ്രണ്ട്സ്, ഇവിടെല്ലാം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, സൗദി നാഷണൽ ഫൗണ്ടേഷൻ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ്യയിലെ ഏറ്റവും വലിയൊരു സെലിബ്രേഷനാണ്. ആ സെലിബ്രേഷനിൽ എല്ലാവരും അവരുടെ ട്രഡീഷണൽ ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് ട്രഡീഷണൽ ഫുഡുകൾ സെർവ് ചെയ്തുകൊണ്ട് അവരുടെ ആഹ്ലാദം പങ്കുവെക്കുന്നത്. ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡാൻസുകളൊക്കെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ അതിനു വേണ്ടിയാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. ട്രഡീഷണൽ ഡാൻസുകൾ, ഒരു നാഷണലിസം കണ്ടമാനം ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ നാഷണലിസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ ഒരു ഗ്രോത്ത്. ഹായ് ഫ്രണ്ട്സ്, ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ നമുക്ക് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ ഇങ്ങനെ കാണാൻ സാധിക്കും. പഴയ ഫോണ്, പഴയ TV, അതുപോലെ സൗദി അറേബ്യയിലെ ട്രഡീഷണൽ കോഫി സെറ്റ്, അവരുടെ ഒരു ചെറിയ മിനിയേച്ചർ, ഇതൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. പല സ്ഥലങ്ങളിലും ഇങ്ങനെ നാഷണൽ എംബ്ലം കാണാൻ പറ്റും. ഡിസ്കവറി ഓഫ് ബോമർലി വൺ ലവ് ഡിസ്കവറി ഓഫ് ദ ലെജൻഡ് എന്ന് പറയുന്ന ഒരു ഫെബ്രുവരി 22 മുതൽ ഇവിടെ അവൈലബിൾ അല്ല, വേറെ മാളുകളിലാണ് അവൈലബിൾ. അത് മൂവിയാണ്, ഈ മൂവിയാണ്. ഇത് ആരെങ്കിലും കാണാൻ പറ്റുന്നെങ്കിൽ കാണുക. ഒരു സൂപ്പർ മൂവി ആയിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ലൈഫ് അത്രയ്ക്ക് വളരെ സ്ട്രഗിൾസ് നിറഞ്ഞൊരു മൂവിയാണ്. അത് എല്ലാവർക്കും ഒരുപാട് ഇൻസ്പിറേഷൻ വരുന്ന ഒരു മൂവിയും കൂടെ ആണ്. പക്ഷേ അദ്ദേഹം ലൈഫിൽ ഒരുപാട് ഡ്രഗ്സൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്, പുകവലിയൊക്കെ. അപ്പോൾ അത് അങ്ങനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല, അത് ശരിയല്ല. വ്യത്യസ്ത മതേതര കൂട്ടായ്മയാണ് സൗദിയുടെ കൾച്ചറിനെ വിളിച്ചോതുവാൻ വേണ്ടി സൗദി രാജ്യത്തിന് ഉള്ളത്. സൗദി സിറ്റിസൺസിനെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഒരു രാജ്യം കൂടിയാണ് സൗദി അറേബ്യ. എല്ലാ രാജ്യങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള പ്രവാസികൾ, പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിന്നും എത്തിയിട്ടുള്ള പ്രവാസികൾ സൗദി നാഷണൽ ഡേയും സൗദി പതാക ദിനവും സൗദി ഫൗണ്ടേഷൻ ഡേയും ഇന്ന് ആഘോഷിക്കുന്നു. ഇവിടെ
ഇവരുടെ ഒരു ട്രഡീഷണൽ സംവിധാനമുണ്ട് ഫൗണ്ടേഷൻ ഡേ. അഭിമാനകരമായ നിമിഷമാണ്. സൗദി വ്യത്യസ്തമായിട്ടുള്ള ട്രൈബൽ കൾച്ചറുകളുടെ ഒരു സംയോജന കേന്ദ്രമാണ്. കൾച്ചറുകളുടെയും വിവിധ ട്രൈബൽ ഗ്രൂപ്പുകളുടെയും ഒരു സംയോജന രൂപം കൂടി നമുക്കിവിടെ കാണുവാൻ കഴിയും. വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയേർന്നിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ കൂടി എനിക്കിതിൽ കാണുവാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല സൗദിയുടെ ട്രഡീഷണൽ കൾച്ചറൽ ആക്ടിവിറ്റീസുകൾ എല്ലാം തന്നെ നമുക്കിവിടെ കാണുവാൻ കഴിയും. അവരുടെ തനതായ സംഗീതം, അവരുടെ തനതായ ഡ്രസ്സുകൾ, അവരുടെ തനതായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഓർമ്മകൾ, അവരുടെ തനതായിട്ടുള്ള ഭക്ഷണശീലങ്ങൾ എല്ലാം തന്നെ ഈ ഫൗണ്ടേഷൻ ഡേയിലും തുടർന്നുള്ള ആഘോഷങ്ങളിലും കാണുവാൻ പറ്റുന്നുണ്ട്.